സെപ്റ്റംബർ മാസം 24-ാം തീയതി ക്രിസ്തു വർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. ദൈവം എനിക്ക് ഓരോ ആഴ്ചകളിലും നൽകുന്ന പ്രത്യേക കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദൈവത്തിന് പഠിക്കാനും പഠിപ്പിക്കുവാനും തക്കവണ്ണം, അത് അനേകർക്ക് ഗുണകരമായി തീരുവാൻ തക്കവണ്ണം ഇൻ്റർനെറ്റ് വഴി അത് പ്രക്ഷേപണം ചെയ്യുവാനെല്ലാം ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ കൃപയും സമാധാനവും നേർന്നോളും. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എഴുതിയിരിക്കുന്ന വേദഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് ഇരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവൻ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നാം വായിച്ച വേദഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിന്നാണ്. ഇത് ലൂക്കോസ് എഴുതിയ സഭാചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇതിൽ നിന്ന് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വരുന്ന ക്രിസ്തീയ ഉപദേശങ്ങൾ, അപ്പസ്തോലിക ഉപദേശങ്ങൾ നമുക്ക് അല്പമായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം എന്ന് ഞാൻ കരുതുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനും ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാനും അത് മുഖാന്തരമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും പുത്രനെ അയച്ച് ഞങ്ങളെ സ്നേഹിച്ചവനുമാണ്. അവൻ കഷ്ടം സഹിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷനായി അപ്പസ്തലന്മാരിലൂടെ ഞങ്ങൾക്ക് സഭയ്ക്ക് 2 ഉപദേശങ്ങൾ നൽകി. ഈ വക ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും പഠിപ്പിക്കുകയും അത് വിശ്വസിക്കാൻ തന്നെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ക്രൈസ്തവ സഭയുടെ നിർണായക ഉപദേശങ്ങൾ നാം പഠിച്ചു വരികയാണ്. കാരണം ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭ എന്ത്, ക്രിസ്തു ആര്, ദൈവം ആര്,
ക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു, എന്തുകൊണ്ട് കാൽവരി ക്രൂശിൽ കഷ്ടം സഹിച്ച് മരിച്ചു, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷനായത്, തുടർന്ന് പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ട അപ്പസ്തലന്മാരുടെ ഉപദേശങ്ങൾ അത് രേഖാപൂർവം നമുക്ക് വേണ്ടി കാനോനിക പുസ്തകമായ ബൈബിളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലോകത്തിൽ സത്യസന്ധമായി ദൈവഭക്തന്മാരായി നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ദൈവഭക്തന്മാരായി ജീവിക്കണമെങ്കിൽ സാക്ഷാൽ ദൈവത്തെ നാം അറിയണം. ദൈവം ആര് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നാം അല്പമായിട്ട് ചിന്തിച്ച ഒരു വിഷയമാണ്. അതുപോലെ ക്രിസ്തു ആർ. ഇവയെല്ലാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്? അതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ വെളിപ്പാടാണ് തിരുവചനം. 66 പുസ്തകങ്ങളടങ്ങിയ തിരുവചനം എന്ന് നാം വിശ്വസിക്കുന്നത്. ആദ്യമായിട്ട് നാം കഴിഞ്ഞ ആഴ്ച പഠിച്ച ചില വിഷയങ്ങളിൽ ക്രൈസ്തവ നിർണായക ഉപദേശങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രധാനമായി ആദ്യമായിട്ട് ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതിയത് ദൈവവചനത്തിൻ്റെ വെളിപ്പാട്, അധികാരം, തെറ്റില്ലായ്മ, അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം. രണ്ടാമതായിട്ട് ദൈവം ത്രിയേക ദൈവമാണ്. ദൈവം സത്തയിൽ ഒരുവനേ ഉള്ളൂ. എന്നാൽ ഏക സത്തയിൽ 3 വ്യത്യസ്ത സമത്വമുള്ള വ്യക്തികൾ ഉണ്ട് എന്ന് ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ബൈബിൾ തന്നെയാണ്. കാനോനിക പുസ്തകമായ 66 പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച് എടുത്ത ഒരു വിഷയമാണ് ഈ ത്രിയേക ദൈവം എന്ന ഉപദേശം. മൂന്നാമതായിട്ട് പിതാവാര്, പുത്രനാര്, യേശുക്രിസ്തു ആര് എന്നുള്ള വിഷയങ്ങളും വളരെ പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള സമത്വം, അവരുടെ രക്ഷണ്യ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലും തൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അത് വ്യത്യസ്തമാണ്. എന്നാൽ അതിൽ ഒരുമയുണ്ട്, ഏകത്വമുണ്ട്. ഇവയെല്ലാം വളരെ മർമ്മപ്രധാനമായ ദൈവിക സത്യങ്ങളാണ്. തുടർന്ന് നമ്മൾ ക്രിസ്തു ആര്, യേശു ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവരുടെ മരണം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ മരിച്ചു, 3-ാം നാൾ പുനരുത്ഥാനം ചെയ്തു. ഈ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുകയാണ്, സിറ്റിംഗ് ഡൗൺ. ഈ കർത്താവ് വീണ്ടും വരും എന്നുള്ളതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും അപ്പസ്തലന്മാർ പഠിപ്പിച്ചതും തിരുവചനത്തിലുള്ളതുമാകിയാൽ അതും വളരെ മർമ്മപ്രധാനമായ നിർണായകമായ ഉപദേശങ്ങളിൽപ്പെട്ടവ തന്നെയാണ്. ഈ രണ്ടാം വരവും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, രണ്ടാമത്തെ ആഗമനമുണ്ട്. വൺ ഈസ് സെക്കൻഡ് കമ്മിങ് ആൻഡ് സെക്കൻഡ് അഡ്വെൻറ്റ്. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ആദ്യത്തെ വരവ് പുൽക്കൂട്ടിൽ മറിയയുടെ മകനായി പുൽക്കൂട്ടിൽ ജനിച്ച കർത്താവിൻ്റെ വരവ്, അതാണ് നമ്മൾ ആദ്യ ആഗമനം എന്ന് പറയുന്നത്. ഇനി കർത്താവിൻ്റെ രണ്ടാം ആഗമനമുണ്ട്. അതിന് 2 ഭാഗങ്ങളുണ്ട് എന്നും ഞങ്ങൾ പാലാരിവട്ടം ബൈബിൾ ചർച്ച് വിശ്വസിക്കുകയാണ്. തുടർന്ന് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ അവസാനിപ്പിച്ച് അപ്പസ്തോലിക ഉപദേശങ്ങളാണ്. ഈ അപ്പസ്തോലന്മാർ എന്ത് വിശ്വസിച്ചു, തിരുവചനത്തിൽ അത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും എന്ന് ഞാൻ കരുതുക. അതിനുവേണ്ടിയാണ് ഇന്ന് അപ്പസ്തോലിക ഉപദേശങ്ങൾ പഠിക്കുവാനാണ് അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. അതിൽ 2-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വായിക്കുകയാണ്. 2-3 വാക്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ,
അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു ബൈബിൾ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവൻ കഷ്ടം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് കഷ്ടം അനുഭവിച്ചത്? അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ കർത്താവ് യേശുവും ക്രിസ്തുവുമാണ്. ഇവനാണ് കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള, ഇംഗ്ലീഷിൽ അത് എസെൻഷ്യൽ എന്ന് പറയും, വിത്തൗട്ട് വിച്ച് ഈ ചില ഉപദേശങ്ങൾ കൂടാതെ ഒരുവൻ ക്രിസ്ത്യാനി ആയിരിക്കാൻ അസാധ്യമാണ്. അതുകൊണ്ട് ഇത് വളരെ നിർണായകമായി ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, ചിന്തയെ, നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റേണ്ടതും ആവശ്യമാകുന്നു. ഒന്നാമതായിട്ട് കഷ്ടം അനുഭവിച്ചു. നമുക്ക് പത്രോസിൻ്റെ ലേഖനം വായിക്കാം. നമുക്കറിയാം, പന്തക്കോസ്ത് നാളിൽ പത്രോസാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ഉപദേശങ്ങൾ പഠിപ്പിച്ചത്. ഈ പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു. എന്തിനു വേണ്ടിയാണ് കർത്താവ് കഷ്ടം സഹിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുന്നത് പ്രകാരമാണ്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു വിഷയം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ, ക്രിസ്തുവും നമ്മെ. അപ്പോൾ പത്രോസ് എഴുതുന്ന ഈ എഴുത്ത് ആർക്കു വേണ്ടി എഴുതിയോ തീർച്ചയായിട്ടും അത് അന്നത്തെ സഭയ്ക്കും സഭയിലെ വിശ്വാസികൾക്കും വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചതും നമ്മളെ സംബന്ധിച്ചതുമായിട്ടുള്ള, മനുഷ്യകുലത്തെ സംബന്ധിച്ചതുമായിട്ടുള്ള ഒരു പരമപ്രധാന വിഷയം, നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്തു ചെയ്തു? അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി. നീതിമാനാരാണ്? യേശു ക്രിസ്തുവാണ്. നാമോ നീതി കെട്ടവർ എന്ന് പറയുന്നത്, ഞാനത് നിങ്ങളെക്കുറിച്ച് പറയുന്നൊരു അഭിപ്രായമല്ല, വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ അഭിപ്രായമാണ്. നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം. പാപമാണ് വിഷയം. ദൈവത്തോട് നമ്മളെ അകറ്റാൻ, ആ അകൽച്ച മാറ്റി നിരപ്പ്, ആ ലെവലിലേക്ക്, ദൈവിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ തക്കവണ്ണം ഒരു വ്യക്തി ആവശ്യമില്ല. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അവൻ്റെ പൂർണ്ണ ദൈവപൂർണ്ണ മനുഷ്യനായിരിക്കേണ്ടത്. മനുഷ്യന് മാത്രമേ മരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് നിത്യജീവനുള്ളത് കൊണ്ട് ഒരിക്കലും മരിക്കുകയില്ല. അതുകൊണ്ട് ഈ മനുഷ്യാവതാരം എന്നുള്ളത്, ആ കർത്താവ് യേശു ക്രിസ്തു പാപനിമിത്തമാണ് മരിക്കേണ്ടത് വന്നത് എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുകയാണ്. നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ഒരിക്കൽ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കൽ നടന്ന ഒരു ദൈവിക ചരിത്രത്തിലെ, ദൈവിക പ്ലാനും പദ്ധതിയിലെ ഒരു വലിയ സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ പരസ്യമായി ഭൂമിക്കും ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അവനെ തൂക്കി അവർ കുരിശുമേൽ കൊന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹം. അതുപോലെ കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 22-ാം വാക്യം വായിക്കുമ്പോൾ, കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ഞാനിതൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇതിങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ പരിശുദ്ധാത്മാവിനാൽ ബോധ്യം വരേണ്ടതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞാൻ
ഇതിൻ്റെ ഒരു ശുശ്രൂഷകൻ മാത്രമാണ്. എന്നാൽ ശരിയായിട്ട് ഇതിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കി നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, എനിക്ക് കിട്ടിയതുപോലെ. 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യവും കർത്താവ് കഷ്ടം സഹിച്ചു മരിച്ചു എന്നുള്ളതും അത് നമുക്ക് വേണ്ടിയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വേറൊരു കൊളോസ്യ ലേഖനം വായിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മൾ 1 പത്രോസിൽ വായിച്ച മിക്കവാറും അതേ വിഷയമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ പാപികളും ദോഷികളും ആയ നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ എന്തു ചെയ്തു? അവൻ്റെ ജഡശരീരത്തിൻ്റെ മരണത്താൽ നിരപ്പിച്ചു. മരണം. അതുകൊണ്ട് യേശുക്രിസ്തുവും അവൻ്റെ മരണവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിർണായകമായ വിഷയം. ഇതിനെതിരായിട്ടാണ് ഇന്ന് മതങ്ങളും മതപണ്ഡിതന്മാരും വർഷങ്ങളായിട്ട് കാലാകാലങ്ങളെ BC കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് BC ബിഫോർ ക്രൈസ്റ്റ് ഏകദേശം 6-7 നൂറ്റാണ്ടിൽ ബാബിലോണിൽ എങ്കിൽ എന്ന് പറയാം, അവിടെ തുടങ്ങിയ ഈ മതഭക്തി അതിനുശേഷം പുതിയ നൂറ്റാണ്ടുകളിലേക്ക് കടന്നപ്പോൾ കർത്താവ് യേശുവിന്റെ മരണത്തിന് ശേഷം 300-ലും 700-ലും AD കർത്താവ് യേശുവിന്റെ മരണത്തിന് ശേഷം എത്രയോ അഭക്തന്മാര് ദൈവത്തിനും ക്രിസ്തുവിനും അവൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും എതിരായിട്ട് പുസ്തകങ്ങൾ എഴുതുകയും അത് ആധാരമാക്കി ക്രിസ്ത്യാനികളെ കൊല്ലുവാനും ശ്രമിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യഹൂദന്മാരെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഇസ്രായേൽ ദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഈ നിർണായകമായ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ മാത്രമാണ്, ദൈവിക സത്യങ്ങൾ മാത്രമാണ് നമുക്ക് വിടുതൽ നൽകാൻ പോകുന്നത്, സമാധാനം നൽകാൻ പോകുന്നത്, നിത്യമായ പ്രത്യാശയിലേക്ക് നമ്മളെ കടത്തുന്നത്. അതുകൊണ്ട് 1 പത്രോസ് 3:18 കൊളോസ്യ 1:20 അതുപോലെ ഒരുപാട് വാക്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിച്ച 1 അപ്പോസ്തലപ്രവൃത്തി 1-3 വാക്യങ്ങൾ നമ്മൾ വായിക്കും. അവൻ കഷ്ടം സഹിച്ചു, നമുക്കറിയാവുന്ന അടക്കി, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായി. അത് ഈ പ്രത്യക്ഷത വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഉപദേശം തന്നെയാണ്. അതുകൊണ്ട് യേശു ആരെന്നുള്ളത് പരമപ്രധാനമായ വിഷയമാണ്. ഈ യേശു ആര്? അവൻ ത്രിത്വത്തിലെ പുത്രനും ദൈവപുത്രനായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പത്രോസ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് ക്രിസ്തു. ഇതിൽ കുറഞ്ഞ് ഞാനോ വിശ്വസിച്ചാൽ അത് തീർച്ചയായിട്ടും വേദപുസ്തകത്തിലെ ദൈവത്തോട് അടുപ്പിക്കാൻ പറ്റുന്ന, ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റുന്ന നിഷ്കളങ്കരും വിശുദ്ധരും നിഷ്കളങ്കരുമായ കുറ്റമില്ലാത്തവരുമായി നമ്മുടെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള, കഴിവുള്ള, അതിനുവേണ്ടി തന്നെ മരണത്താൽ പുനരുദ്ധാനത്താൽ കാണിച്ചു തന്ന ഏക വ്യക്തി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതുപോലെ തന്നെ ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ വായിച്ചു 1 പത്രോസ് 3 ദോഷികളായ നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി മരിച്ചു. അതിനുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു, അത് ദൈവം സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി എന്ത് ചെയ്തു? 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. ഈ കർത്താവ് വരാൻ പോവുകയാണ്. അതിനുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും നമുക്കത് കാണാൻ കഴിയും. അപ്പം അങ്ങനെ യേശു ക്രിസ്തു പാപികളെ നമുക്ക് എന്ത് ചെയ്തു? ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തിയെയും ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയെയും കാൽവരി മരണത്തെയും കുറിച്ചുള്ള നമ്മളുടെ ഉത്തരം നമ്മെ സത്യത്തിലേക്ക് നടത്തും. ഈ സത്യം നമ്മളെ രക്ഷിക്കും. ആ രക്ഷ നിത്യമായ രക്ഷയാണ്. തുടർന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ 40 നാളോളം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി.
40 days. മരണശേഷം 40 നാളോളം, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40ഓളം നാൾ അവൻ അപ്പസ്തോലന്മാർക്കും പലർക്കുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവനോട് കൂടെ തിന്നതും കുടിച്ചതുമായ ഞങ്ങളോടാണ് ഇത് സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക വിഷയമാണ്. അതുകൊണ്ട് അപ്പസ്തോലൻ ആര് എന്നുള്ളത്, അപ്പസ്തോലന്റെ ഉപദേശങ്ങൾ എന്തുള്ളത്, അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന 12 അപ്പസ്തോലന്മാരിൽ കവിഞ്ഞുള്ള ആരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ഒരിക്കലും അത് ക്രിസ്തീയമായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിലേക്ക് വരുന്നത്. ഇന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിരിക്കുന്ന എന്തോരം ആൾക്കാരാണ്. ആദിമസഭയിൽ ഒന്നേ ഉണ്ടായിരുന്നു, അത് റോമിലെ സിംഹാസനത്തിലിരുന്ന പോപ്പാണ്. തുടർന്ന് അന്ത്യോക്യയിലും ഇന്നിപ്പോൾ നാട് മുഴുവനും അപ്പസ്തോലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എനിവേ, തുടർന്ന് അവർ 40 നാളോളം അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് അറിയാം ആർക്കാണ് പ്രത്യക്ഷനായി എന്നുള്ളത്. അതുകൊണ്ട് വേദപുസ്തകം സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടും ദൈവം നമുക്ക് ഏതൊക്കെ തരത്തിൽ അറിവ് നൽകണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ദൈവം ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം നമുക്ക് താൻ തന്നെ ഇതിൻ്റെ വേദപുസ്തകത്തിൽ തൻ്റെ ബൈബിൾ എഴുത്തുകാരൻ മുഖാന്തരം നമുക്ക് നൽകിയിട്ടു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ അതിൽ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. 3 മുതൽ 15-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി ശ്രദ്ധിച്ചാൽ അവൻ ആർക്കാണ് പ്രത്യക്ഷനായത്? കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. ഒരു ചരിത്ര വസ്തു പറഞ്ഞുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു കേഫാവിനും പിന്നെ 12 എന്നൊരു 12 ശിഷ്യന്മാർക്കും 12 ശിഷ്യന്മാർക്കും, അത് മത്തായിയോസ് ഉൾപ്പെട്ടിരിക്കുകയാണ്, കാരണം അവന് തിരഞ്ഞെടുത്തുവല്ലോ, പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാനാകും. തുടർന്ന് അനന്തരം അവൻ എന്ന് പറഞ്ഞാൽ ഈ കേഫാവിനും 12 പ്രത്യക്ഷമായതിനു ശേഷം എന്തുപറ്റി? അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. 500-ൽ പരം, അത് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാർ അല്ലാത്ത പലർക്കും പ്രത്യക്ഷനായി. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചത് ഈ ശിഷ്യന്മാരെ മാത്രമാണ്, അപ്പസ്തോലന്മാരെ മാത്രമാണ്. അത് നമ്മൾ ഓർത്തിരിക്കുകയാണ്. പ്രത്യക്ഷനായ എല്ലാവർക്കും അത് ആ സ്ഥാനം കൊടുത്തിട്ടില്ല. എന്നാൽ 500 പേർക്കും ഇവിടെ പ്രത്യക്ഷനായി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട വിഷയം തന്നെയാണ്. അനന്തരം 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു. ചിലർ നിദ്ര പ്രാപിച്ചു. കർത്താവ് യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ട പലരും ഈ 1 കൊരിന്ത്യർ ലേഖനം എഴുതുന്ന ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരിപ്പുണ്ട്. പലരും നിദ്ര പ്രാപിച്ചു, മരിച്ചുപോയി. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അതാണ് അപ്പസ്തോലനായ പൗലോസ്. അപ്പം ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസങ്ങളാണ്. ഇതിനെതിരായിട്ട് ഇന്ന് ലോകം മുഴുവനും ഈ ദൈവത്തിനും ഈ ഉപദേശങ്ങൾക്കും ഈ ക്രിസ്തുവിനും മരണത്തിനും പുനരുത്ഥാനത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ, അല്പം സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് ദൈവിക സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ 40ഓളം നാൾ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായി.
എന്നുള്ള വിഷയം നമ്മൾ 1 കൊരിന്ത്യർ 15:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. തുടർന്ന് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ വായിച്ചത്. അവൻ തുടർന്ന് എന്ത് ചെയ്തു? കർഷകൻ 40 നാൾക്ക് സംബന്ധിച്ച് അതിനുശേഷം പ്രത്യക്ഷനായതിനു ശേഷം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവ് യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മാത്രമല്ല, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവപുത്രനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് മരിച്ച് മൺമറിഞ്ഞു പോയ ഒരു വ്യക്തിയിലല്ല, ജീവിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ അവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൽ അഹോബോധരെ കാണരുത്. ഈ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിനോട് അനുരൂപപ്പെട്ട് നമ്മൾ അത് വിശ്വസിച്ച് അങ്ങോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് നിത്യമായ നാശത്തിലേക്ക് നടത്തുമെന്നുള്ളത് ഒരു ആഹ്വാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു. യേശു പരസ്യ ശുശ്രൂഷയിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവ് അപ്പുറമാണ് ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും തുടർന്ന് കർത്താവായ യേശു ക്രിസ്തുവും ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം, ശരിയായ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഒരുപാട് മുഖാന്തരങ്ങൾ ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും ബലം, ശക്തി. അവരുടെ പ്രത്യാശ അതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ഭാര്യം നമ്മൾ കൊണ്ടുപോകും എന്നുള്ളത് എത്രയോ ആശ്വാസകരമായ കാര്യങ്ങളാണ്. തുടർന്ന് നമുക്ക് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കൽപ്പനകൾ ഈ അപ്പസ്തലന്മാർക്ക് നൽകുകയാണ്. അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങളോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. ഇത് നിർണയമായ ഒരു ഉപദേശമാണ്. ഒരു ഭാവിയായ മനുഷ്യൻ, ആദാമിലുള്ള മനുഷ്യൻ, ആദാമിൽ ദൈവം കണക്കിടുന്ന വ്യക്തി, അവനെ ക്രിസ്തുവിൽ ആക്കുക എന്നുള്ളത്, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്താൽ നടക്കുന്നത്. അത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഉപദേശമാണ്. എന്നാൽ അത് ഏറ്റവും ദൈവിക സത്യങ്ങൾക്ക് വിരോധമായി പഠിപ്പിക്കുന്ന കരിസ്മാറ്റിക് പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് സുലഭമാണ്. അതുകൊണ്ട് ഈ ദൈവിക സത്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ചില കൽപ്പനകൾ നമ്മുടെ കർത്താവായി പുനരുത്ഥാനം ചെയ്ത് പ്രത്യക്ഷപ്പെട്ട കർത്താവ് അപ്പസ്തലന്മാർക്ക് കൊടുത്ത കൽപ്പനകളാണ് ഇവ. തുടർന്ന് 6-7 വാക്യങ്ങൾ അപ്പസ്തലന്മാർ ചില ചോദ്യം കർത്താവിനോട് ചെയ്തു. പുനരുത്ഥാനം ചെയ്ത കർത്താവാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ 6-7 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് തീർച്ചയായിട്ടും ഒരു യഹൂദൻ എന്നുള്ള നിലയിലും പഴയ നിയമം അറിയാവുന്ന, ഇസ്രായേലിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാകുന്ന അപ്പസ്തോലന്മാരുടെ ചോദ്യമാണിത്. കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് വളരെ നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ്. ഇസ്രായേലിന് കൊടുക്കുമോ എന്ന് ചോദിച്ചത്. സോറി, അത് സഭയ്ക്കല്ല, അമേരിക്കയ്ക്കല്ല, വേറെ ആർക്കുമല്ല. ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്ന എപ്പോഴാണ്? തീർച്ചയായിട്ടും ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ
2025 സെപ്റ്റംബർ 24 നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ഈ ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമി, ദേശം, അതിൻ്റെ അതിരുകൾ, അവിടെ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ഇസ്രായേലിൻ്റെ രാജ്യം, ഒരു രാജാവ് വന്ന് അവിടെ രാജഭരണം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ജെറുസലേമിൽ കേന്ദ്രീകരിച്ച് ഒരു ഭരണം വരാൻ പോവുകയാണ്. ഇത് പഴയ നിയമത്തിൽ യേശുക്രിസ്തു ദൈവം പഠിപ്പിച്ച, പ്രവാചകങ്ങളിൽ പഠിപ്പിച്ച വിഷയമാണ്. മിസ്രയീം ദേശത്തു നിന്ന് അവരെ ഇസ്രായേൽ വീണ്ടെടുത്തപ്പോൾ ദൈവം ആഗ്രഹിച്ചൊരു കാര്യമാണ്, നിങ്ങളൊരു വിശുദ്ധ പുരോഹിത വർഗമായി, ഒരു രാജ്യമായി, ദൈവമായിട്ട് അംഗീകരിച്ച് അവൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് ദൈവം ഉദ്ദേശിച്ചത്. എന്നാൽ അത് ഇവരുടെ അനുസരണക്കേടൊന്നും സാധിച്ചു പോയില്ല. എന്നാൽ അത് നടക്കും എന്നുള്ളത്, ആ ചോദ്യമാണ് അപ്പോസ്തലന്മാർ ചോദിച്ചത്. എന്നാണ് ഇസ്രായേലിന് രാജ്യം കൊടുക്കുക? എൻ്റെ സഹോദരന്മാരെ എന്നെ കേൾക്കുന്നവരെ, ഈ കാര്യം നിങ്ങൾ അല്പം ഒന്ന് പരിഗണിച്ചാലും ഇത് നിർണായകമായ സമയം, നാം ജീവിക്കുന്ന ഈ ഓരോ നിമിഷവും അത് നിർണായകമായ വിഷയങ്ങളാണ്. ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലിനെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിനെ തിരിക്കാൻ കാരണം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദൈവത്തിനെതിരായിട്ട്, ഇസ്രായേൽ അയച്ചതിൻ്റെ പുത്രനെതിരായിട്ട്, യഹൂദന്മാർക്ക് നില ക്രിസ്തുവിനെതിരായിട്ടുള്ള ഒരു ശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് വിഫലമാകും, അത് തോൽപ്പിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇസ്രായേൽ ഏകദേശം അതിന് ചുറ്റുമുള്ള ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കി കഴിഞ്ഞു. ലോകത്തിൽ 192 രാഷ്ട്രങ്ങൾ, അമേരിക്ക ഒഴിച്ചാൽ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇന്ന്, ഇപ്പോൾ സിംഗപ്പൂർ, അങ്ങനെ ചില രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് അനുകൂലമാണ്. ബാക്കി എല്ലാം തന്നെ ഇസ്രായേലിനെതിരായിട്ട് പടചേരുകയാണ്. നാം ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കണ്ട ഇസ്രായേലിൻ്റെ വിജയം അത് സമാപ്തിയിലേക്ക് വരികയാണ്. ആ സമാപ്തിയോട് വരുന്നതോട് കൂടെ ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അത് 1948-ലും 67-ലും 93-ലും എല്ലാം നമ്മൾ ഇസ്രായേലിൽ നടന്ന യുദ്ധങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ യുദ്ധങ്ങളിലെല്ലാം തന്നെ ഇവരെ പരാജയപ്പെടുത്തിയതാണ്. എന്നാൽ ഇന്ന് കാണുന്ന ഈ സംഭവങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ദൈവം കൊടുക്കുന്ന വാഗ്ദത്ത ഭൂമി കീഴടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനെ ശക്തമായ ഒരു എതിർപ്പാണ് ഇന്ന് ലോകം ഇസ്രായേലിനെതിരായിട്ട് വരുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലം അവർ ഒക്യുപ്പൈ ചെയ്ത് അത് ഇസ്രായേലിൻ്റെ ഭാഗമായി പൂർണ്ണമായും മാറ്റാൻ ശ്രമിക്കുകയാണ്. അതോടുകൂടി പാലസ്റ്റീൻ സ്റ്റേറ്റ് എന്നുള്ള കാര്യം ഇനി ഇല്ലാതെയാകും. അത് വെറും ഒരു മിഥ്യയായി മാറി, അത് മിഥ്യയായി തന്നെ തുടരും. എന്നാൽ അങ്ങനെ ഇസ്രായേൽ ഇന്ന് ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങളെ തോൽപ്പിച്ച് പല വിധത്തിലും ലോകരാഷ്ട്രങ്ങളെ തോൽപ്പിച്ചതുകൊണ്ട് വലിയൊരു ശത്രുത ഇന്ന് ഇസ്രായേലിന് വരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കാണുന്ന ഈ യുദ്ധത്തിൽ അവർ വീണ്ടും ജയം പ്രാപിച്ചതിന് ശേഷം ഇസ്രായേലിനെ വീണ്ടും അവർ ആക്രമിക്കാനുള്ളൊരു സാധ്യത വേദപുസ്തക പ്രവചനങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പക്ഷത്താണോ അല്ലെങ്കിൽ അവൻ്റെ ശത്രുവിൻ്റെ ഭാഗത്താണോ നാം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ ഈ അപ്പസ്തോലന്മാരുടെ ചോദ്യം, ഈ ഇസ്രായേലിന് ഇന്ന് പലരും വിശ്വസിക്കുന്നത് ആ സ്ഥാനം കർത്താവ് യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ കയറ്റി റോമാ സാമ്രാജ്യത്തിനോട് ചേർന്ന് അവനെ കൊന്നു എന്നുള്ളത് വളരെ അതോടുകൂടി അവരെ കഴിഞ്ഞു എന്നൊക്കെയാണ് പല സഭകളും പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഏകദേശം 200 കോടി ക്രൈസ്തവ നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. അതിനകത്ത് റോമൻ കത്തോലിക്ക സഭ, പൗരസ്ത്യ സഭകൾ,
ആംഗ്ലിക്കൻ സഭകൾ, ഇതെല്ലാം ചേർന്ന് മിക്കവാറും തന്നെ പല റിഫോംഡ് ചർച്ചസും കാൽവിനിസ്റ്റിക് സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്ന പലരും, പിന്നെ യഥാർത്ഥമായ മതങ്ങൾ, ഇവരെല്ലാം ഇസ്രായേലിനും ക്രിസ്തുവിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും എതിരായി തിരിയുമ്പോൾ നാം ഒരു പക്ഷം ചേരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ പക്ഷത്തോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുപക്ഷത്തോ എന്നുള്ളത് ഇതൊരു ഭീതിപ്പെടുത്തലല്ല. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. തിരഞ്ഞെടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം അല്പം കടന്നു പോകാൻ സാധ്യത സമയം കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം, പഠിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ്? നാം ദൈവത്തെങ്കിലേക്കും ദൈവത്തിലേക്കും തിരികെ. ദൈവം സത്യമാണ്, ദൈവം സത്യമാണ്. അത് പഠിക്കാനും വായിക്കാനും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ. നിർണായകമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വഴിത്തിരിവിൽ നാം ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ആ പക്ഷം ചേരുന്നത് ബുദ്ധിപരമാണ്. അത് നിത്യമായ രക്ഷയ്ക്കും നിത്യമായ ആശ്വാസത്തിനും നിത്യമായ പ്രത്യാശയും ഇടയാകും എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് നന്ദി പറയുന്നു. അത് വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഇത് വായിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന് ക്രിസ്തുവിനെ അറിയുവാൻ, അവൻ്റെ മരണത്തെ അറിയുവാൻ, അവൻ്റെ പുനരുത്ഥാനത്തെ അറിയുവാൻ, അവൻ്റെ സ്വർഗാരോഹണത്തെ അറിയുവാൻ, അവൻ ജീവനുള്ള ദൈവമാണ് എന്ന് അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നിർണായകമായ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ലോകം മുഴുവനും ഇസ്രായേലിനായി തിരിഞ്ഞിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ദൈവം ഇസ്രായേലിന് വിജയം നൽകണമേ. ശത്രുക്കളെ തോൽപ്പിക്കണമേ. അവരുടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി അവർക്ക് അതിൻ്റെ ബൗണ്ടറീസ് സെക്യൂർ ചെയ്ത് കൊടുക്കണമേ. ശത്രുക്കളെ അവർ നിർമ്മാർജ്ജനം ചെയ്യണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. അടിയങ്ങളെ സഹായിക്കണമേ. സത്യം മനസ്സിലാക്കുവാൻ, രക്ഷ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ച നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.